नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 71 ജരാസന്ധ മോക്ഷം, പേജ് നമ്പർ 704. അർജുനൻ, ഭീമസേനൻ എന്നിവരോടൊപ്പം ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം സംസാരിക്കുമ്പോൾ അവർ യഥാർത്ഥ ബ്രാഹ്മണരെ പോലെയല്ലെന്ന കാര്യം ജരാസന്ധൻ ശ്രദ്ധിച്ചിരുന്നു. അവർ ബ്രാഹ്മണരല്ലെന്നു ജരാസന്ധനു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ചിഹ്നങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. വില്ല് ധരിച്ചതിൻ്റെ പാടുകൾ അവരുടെ തോളിൽ കാണപ്പെട്ടിരുന്നു. അവരുടെ ആകാരവടിവ് കനത്തതും സ്വരം ആജ്ഞാഭാവം സ്ഫുരിക്കുന്നതുമായിരുന്നു. അങ്ങനെ അവർ ബ്രാഹ്മണരല്ലെന്ന നിഗമനത്തിലാണ് അയാൾ ചെന്നെത്തിയത്. അതുമല്ല, അവരെ അതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെയും അദ്ദേഹത്തിനു തോന്നി. ഈ 3 വ്യക്തികളും ബ്രാഹ്മണരെ പോലെ ഭിക്ഷ യാചിച്ചു അയാളുടെ പടിവാതിൽക്കൽ വന്നിരിക്കുകയാണ്. അതിനാൽ ക്ഷത്രിയരല്ലെന്നിരിക്കിലും അവരുടെ ആഗ്രഹം നിറവേറ്റാൻ തന്നെ അയാൾ തീരുമാനിച്ചു. തൻ്റെ മുമ്പിൽ യാചകരെ പോലെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവരുടെ നിലയ്ക്കു കോട്ടം തട്ടിയതായി അയാൾ കരുതിയതാണ് ഇതിനു കാരണം. അയാൾ ചിന്തിച്ചു, ഈ പരിതസ്ഥിതികളിൽ അവർക്കു വേണ്ടതെന്തും നൽകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവൻ തന്നെ ആവശ്യപ്പെട്ടാലും അതു നൽകാൻ ഞാൻ മടിക്കില്ല. ഇക്കാര്യത്തിൽ അയാൾ ബലി മഹാരാജാവിനെ കുറിച്ചു ചിന്തിച്ചു. ഭഗവാൻ വിഷ്ണു ബ്രാഹ്മണ വേഷത്തിൽ ഒരു ഭിക്ഷക്കാരനായി ബലിയുടെ മുമ്പിൽ ആവിർഭവിച്ചു. അതുവഴി അദ്ദേഹത്തിൻ്റെ രാജ്യവും സർവൈശ്വര്യങ്ങളും ഭഗവാൻ തട്ടിയെടുത്തു. ബലിയോട് തോറ്റ് രാജ്യം നഷ്ടം സംഭവിച്ചു. ഇന്ദ്രനു ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ബലി മഹാരാജാവ് വഞ്ചിക്കപ്പെട്ടെങ്കിലും സർവസ്വവും ദാനം ചെയ്യാൻ കഴിവുള്ള മഹാഭക്തൻ എന്ന അദ്ദേഹത്തിൻ്റെ സൽപ്പേര് 3 ലോകങ്ങളിലും ഇന്നും കീർത്തിക്കപ്പെടുന്നുണ്ട്. തൻ്റെ അടുത്തെത്തിയ ബ്രാഹ്മണൻ ഭഗവാൻ മഹാവിഷ്ണുവാണെന്നും തൻ്റെ ഐശ്വര്യപൂർണമായ രാജ്യം ഇന്ദ്രനു വേണ്ടി തട്ടിയെടുക്കാനാണു വന്നിരിക്കുന്നതെന്നും ഊഹിക്കാൻ ബലിക്കു കഴിഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് ബലിയുടെ ആധ്യാത്മികാചാര്യനും കുടുംബ പുരോഹിതനുമായ ശുക്രാചാര്യൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് മുന്നറിയിപ്പു നൽകിയതുമാണ്. എന്നിട്ടും ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടതെന്തും ദാനമായി നൽകാൻ അദ്ദേഹം മടി കാണിച്ചില്ല.
ഒടുവിൽ സർവസ്വവും ബ്രാഹ്മണനു വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. ജരാസന്ധൻ ചിന്തിച്ചു, ഈ നശ്വരമായ ശരീരം ത്യജിക്കുന്നതിലൂടെ എനിക്കു അനശ്വരമായ കീർത്തി നേടാൻ കഴിയുമെങ്കിൽ ആ ലക്ഷ്യത്തിനായി ഞാൻ പ്രവർത്തിക്കും. ഇത് എൻ്റെ ദൃഢമായ തീരുമാനമാണ്. ബ്രാഹ്മണന്റെ നന്മയ്ക്കു വേണ്ടി ജീവിക്കാത്ത ക്ഷത്രിയന്റെ ജീവിതം തീർച്ചയായും ശപിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണർക്കു ദാനം ചെയ്യുന്ന കാര്യത്തിൽ രാജാ ജരാസന്ധൻ അത്യന്തം ഉദാരമതിയായിരുന്നു. അതിനാൽ അയാൾ ഭഗവാൻ കൃഷ്ണനെയും അർജുനനെയും ഭീമനെയും ഇപ്രകാരം അറിയിച്ചു: പ്രിയപ്പെട്ട ബ്രാഹ്മണന്മാരെ, നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും എന്നോട് ചോദിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എൻ്റെ ശിരസ്സുപോലും നിങ്ങൾക്കെടുക്കാം. ഞാനതു തരാൻ സന്നദ്ധനാണ്. തുടർന്ന് കൃഷ്ണൻ ജരാസന്ധനോടു പറഞ്ഞു, പ്രിയപ്പെട്ട രാജൻ, യഥാർത്ഥത്തിൽ ഞങ്ങൾ ബ്രാഹ്മണരല്ലെന്നും ധാന്യങ്ങളോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ ചോദിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും ദയവായി മനസ്സിലാക്കുക. ഞങ്ങൾ ക്ഷത്രിയരാണ്. അങ്ങയോടു ഒരു ദ്വന്ദ്വയുദ്ധം യാചിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശത്തോടു അങ്ങ് യോജിക്കുമെന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജാ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ പുത്രനായ ഭീമസേനനും മൂന്നാമത്തെ പുത്രനായ അർജുനനും ആണ് ഇവരിരുവരും. പിന്നെ നമ്മുടെ കാര്യം, നാം നിങ്ങളുടെ പഴയ ശത്രുവായ കൃഷ്ണനാണ്, പാണ്ഡവരുടെ ഒരു ജ്ഞാതി. ഇപ്രകാരം കൃഷ്ണൻ അവരുടെ മറ നീക്കി യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയപ്പോൾ രാജാ ജരാസന്ധൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. തുടർന്ന് കടുത്ത രോഷത്തോടെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾക്കെന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനതു അനുവദിച്ചിരിക്കുന്നു. പക്ഷേ കൃഷ്ണ, നീയൊരു ഭീരുവാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോടു യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്നു. കാരണം യുദ്ധത്തിൽ എന്നെ നേരിടുമ്പോൾ നീ ആകെ ചിന്താക്കുഴപ്പത്തിലാകുന്നു. എന്നെ പേടിച്ച് നീ നിന്റെ സ്വന്തം നഗരമായ മധുര വിട്ടുപോയി. ഇപ്പോൾ സമുദ്രത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. അതിനാൽ നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ വിസമ്മതിക്കുന്നു. അർജുനന് എന്നേക്കാൾ പ്രായം കുറവാണ്. അതിനാൽ എനിക്കു തുല്യനായ യോദ്ധാവല്ല. ഒരു തരത്തിലും എനിക്കു സമനായ യോദ്ധാവല്ലാത്തതിനാൽ അയാളുമായി യുദ്ധം ചെയ്യാനും എനിക്കു സമ്മതമല്ല. എന്നാൽ ഭീമൻ എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു എതിരാളിയാണെന്നു ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞു അടുത്ത നിമിഷത്തിൽ തന്നെ അത്യന്തം ഭാരമുള്ള ഒരു ഗദ ജരാസന്ധൻ ഭീമനു നൽകി. ഒരെണ്ണം അയാളും കയ്യിലെടുത്തു. ഉടൻ തന്നെ അവർ യുദ്ധത്തിനായി നഗരപ്രാകാരത്തിനു പുറത്തേക്കു പോകുകയും ചെയ്തു. ഹരേ കൃഷ്ണ.